what we think. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ ബട്ട് ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? ഇതിൻ്റെ ആൻസർ നമുക്ക് ഈ രീതിയിൽ എഴുതാം. The magnificent old banyan tree was the boy's domain because the grandfather at the age of 65 could no longer climb it. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു പ്രായത്തിൽ ഈ ബനിയൻ ട്രീ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല, അതുകൊണ്ട് കുട്ടി പറയുകയാണ് ഇത് എൻ്റെ സ്വന്തമാണ് എന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡിഡ് ദ സ്ക്യുറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് ഈ അണ്ണാൻ ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടായി മാറിയത്? The squirrel became a close friend of the boy when it realized that the boy did not carry any weapons like a catapult or air gun and his intention was not to harm it. Then the squirrel became very friendly. അപ്പോൾ തന്നെ ഉപദ്രവിക്കാനല്ല അവൻ്റെ ഉദ്ദേശമെന്നും അവൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സ്ക്യുറൽ കുട്ടിയുമായി ഇത്ര അടുത്ത ബന്ധത്തിൽ ആവുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യുറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ഇവിടെ എന്താണ് ഈ സ്ക്യുറലിൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത്? എന്തുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചിന്തിച്ചത് എന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ദ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ സ്ക്യുറൽ തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് ഹ്യൂമൻസ് മേ ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചത് ഇവനൊരു എടുത്തിയാട്ടക്കാരനാണെന്നാണ്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് അവർക്ക് മനുഷ്യരിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നാലാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക് സീസൺ? എങ്ങനെയാണ് ഈ ബനിയൻ ട്രീ ഈ ഒരു പ്രത്യേക സീസണിൽ, ഫിക് സീസണിൽ ഏറ്റവും ശബ്ദമയമായ ഒരു സ്ഥലമായി മാറിയത്? ഡ്യൂറിങ് ദ ഫിക് സീസൺ മെനി ബേർഡ്സ് കെയിം ടു ദ ബനിയൻ ട്രീ ടു ഈറ്റ് ഇറ്റ്സ് ഫിക്സ്. ബുൾബുൾ, പാസ്റ്റേഴ്സ്, പാരറ്റ്സ് ആൻഡ് ക്രോസ് squabbling with each other all the time that made the banyan tree the noisiest place on the road. അപ്പോൾ പലതരത്തിലുള്ള പക്ഷികൾ അവിടേക്ക് വന്നു, അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശബ്ദമയമായ ഒരു സ്ഥലമായി മാറി നമ്മുടെ ബനിയൻ ട്രീ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? അപ്പോൾ ഈ സ്പ്രിംഗ് സീസണിൽ എങ്ങനെയാണ് കുട്ടി വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റിയത്? The boy had built a small platform halfway up the banyan tree. He used to read many books sitting there like Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Louisa May Alcott. അപ്പോൾ കുട്ടി എങ്ങനെ എൻജോയ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ സ്വന്തമായി മരത്തിന് മുകളിൽ ഒരു പ്രത്യേക ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ഇരുന്നുകൊണ്ട് അവൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അപ്പോൾ സമ്മർ സീസണിൽ കുട്ടിയുടെ മനസ്സിൽ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ഓർമ്മയുണ്ടാക്കിയ ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ് ആ സംഭവം? അപ്പോൾ ആ സംഭവം ഇതാണ്. വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ വെൻ ദ ബോയ് വാസ് സിറ്റിംഗ് ഇൻ ദ ബനിയൻ ട്രീ ഹി സോ ആൻ എക്സൈറ്റിംഗ് ഫൈറ്റ് to last through the summer. He saw a mongoose and a cobra fight to death in the garden. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റാണ്. ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണൻറ്റ്? വെർ ദ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് ഇവിടെ പാമ്പ് തൻ്റെ ശത്രുവിനെ പറ്റി പറയുന്നത്? അവർ നല്ല ഫൈറ്റേഴ്സ് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. The cobra regarded its opponent as a superb fighter, clever and aggressive. Yes, they were true warriors. അപ്പോൾ വളരെ ശക്തനായ ഒരു എതിരാളിയായിട്ട് തന്നെയാണ് പാമ്പ് ഇവിടെ മംഗൂസിനെ കാണുന്നത്. അതുപോലെ തന്നെ അത് വളരെ ബുദ്ധിമാനാണെന്നും അവൻ നല്ലൊരു ഫൈറ്ററാണെന്നും പാമ്പിന് അറിയാമായിരുന്നു. ഇനി എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് മംഗൂസ് പാമ്പിൻ്റെ കൊത്തിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാറുള്ളത്? ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ.
The long hair on his spine stood up. This had protected him on many occasions, especially when fighting with snakes. അപ്പോൾ തൻ്റെ പുറത്തുള്ള രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ അത് പാമ്പിൻ്റെ കൊത്തിൽ നിന്ന് പലപ്പോഴും മംഗൂസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം. The cobra was a good fighter. Pick out one of the fighting techniques. അപ്പോൾ പാമ്പ് നല്ലൊരു ഫൈറ്ററാണ്. പാമ്പ് ഉപയോഗിച്ച ചില വിദ്യകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. പാമ്പ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ എതിരാളിയെ മയക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആ കണ്ണിൽ നോക്കിയാൽ ആരും മയങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് പാമ്പ് തൻ്റെ എതിരാളിയെ മയക്കാൻ ശ്രമിച്ചത്. ഇനി 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. The mongoose proved that he was clever. Can you cite an instance of his cleverness? അപ്പോൾ മംഗൂസ് വളരെ ബുദ്ധിമാനാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The mongoose knew the strength of the snake's eyes, its mesmerizing power, and therefore did not look at its eyes. Instead, he fixed his look at a point just below the hood of the snake. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra struck, but the mongoose jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പാമ്പിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതകൾ മംഗൂസിന് അറിയാം. അതുകൊണ്ട് ഒരിക്കലും പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നില്ല, പകരം അതിൻ്റെ പത്തിയുടെ താഴെയുള്ളൊരു ഭാഗമാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് ആയുകയും, അപ്പോൾ പാമ്പ് കൊത്തുമ്പോൾ അങ്ങോട്ട് ചെന്ന് പാമ്പിൻ്റെ പുറകുവശത്ത് കടിക്കുകയും വീണ്ടും ഒരു സേഫ് ഡിസ്റ്റൻസിലേക്ക് മാറി നിൽക്കുകയും അങ്ങനെ പലതവണ ചെയ്തിട്ടാണ് ഇവിടെ മംഗൂസ് കോബ്രയെ പരാജയപ്പെടുത്തുന്നത്. ഇനി 11ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് വെർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? സ്പെക്ടറ്റേഴ്സ് എന്ന് വെച്ചാൽ കാഴ്ചക്കാരാണ്. ഇവിടെയുള്ള കാഴ്ചക്കാരെന്ന് പറയുന്നത് മൈനയും ജംഗിൾ ക്രോയുമാണ്. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? The moment the cobra struck, the crow and the myna hurled themselves at him and collided heavily in mid-air. They returned to the cactus plant, shrieking at each other. ഇവർ രണ്ടുപേരും പാമ്പിൻ്റെ അടുത്തേക്ക് വരുന്നു, പാമ്പിനെ കൊത്താൻ ശ്രമിക്കുന്നു. പക്ഷേ രണ്ടുപേരും കൂട്ടിയിടിച്ച് തിരിച്ച് അവർ ആദ്യം വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി 12ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? ഇവിടെ എങ്ങനെയാണ് ഈ ഒരു മലങ്കാക്ക അപകടത്തിൽ ചെന്ന് ചാടിയത് എന്നാണ് 12ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ദ ക്രോ ആൻഡ് ദ മൈന വാണ്ടഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഫൈറ്റ്. They dived at the cobra. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. The cobra whipped his head back and struck it with great force. അപ്പോൾ ഇവിടെ മൈന തിരിച്ചു വരുന്നുണ്ട്, പക്ഷേ ജംഗിൾ ക്രോയ്ക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അത് പറന്ന് ഉയരാൻ ശ്രമിക്കുമ്പോൾ തന്നെ പാമ്പിൻ്റെ കൊത്ത് കിട്ടുകയും അങ്ങനെ അത് അവിടെ കിടന്ന് ചത്തുപോവുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം. Why is the myna said to be wise? ഇവിടെ ജംഗിൾ ക്രോ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു അബദ്ധത്തിൽ ചെന്ന് ചാടി എന്ന് പറയുന്നു, പക്ഷേ നമ്മൾ പറയുന്നു മൈന വളരെ ബുദ്ധിമാനായിരുന്നു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? The myna did not interfere in the fight between the snake and the mongoose. Once the snake was dead, it came near, hopped about, peered into the bushes from a safe distance and flew away with a shrill cry of congratulation. അപ്പോൾ ഈ പാമ്പ് ചത്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മൈന അതിൻ്റെ അടുത്തേക്ക് വന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, നേരിട്ട് അതിൻ്റെ ഇടയിൽ പോയി ചാടി വീണില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ പറയുന്നത് മൈന വാസ് വെരി വൈസ് എന്ന്. ഇനി 14ാമത്തെ ചോദ്യം. ഹൂ വൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആരാണ് ഇവിടെ ജയിച്ചത്? ദ മംഗൂസ് വൺ ദ ഫൈറ്റ്. The myna peered into the darkness to make sure that the snake was killed. പാമ്പ് ശരിക്കും മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പാമ്പിൻ്റെ പണി കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് നോക്കിയത് എന്ന് പറയുകയാണ്. ഇനി അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദ മംഗൂസ്? ടേമിങ് എന്ന് വെച്ചാൽ ഇണക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഈ മംഗൂസിനെ ഇണക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? The grandfather never tried to tame the mongoose because wild mongoose was more useful than a domesticated mongoose. അതായത് വീട്ടിൽ വളർത്തുന്ന ഒരു കീരിയേക്കാളും നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്നത് കാട്ടിൽ വളരുന്ന മംഗൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും മെരുക്കാൻ ഇണക്കാൻ ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചിട്ടില്ല. He had encouraged to live in the garden, fed it regularly with scraps from the kitchen as mongoose keep away the snakes. അപ്പോൾ പാമ്പിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു ജീവി ആയതുകൊണ്ട് അതിനെ ഗ്രാൻഡ് ഫാദർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്.
ഇനി 16-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? അപ്പോൾ ഈ പൗൾട്രി ഫാമിൽ കയറിയിട്ട് അവിടെയുള്ള മുട്ടയൊക്കെ തിന്നായിരുന്നു ഈ മംഗൂസ്. പക്ഷേ അതും ഗ്രാൻഡ് മദർ സഹിച്ചിരുന്നു. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഗ്രാൻഡ് മദർ വുഡ് ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് എഗ്സ് ഫ്രം ദ പൗൾട്രി ഫാം ആസ് ലോങ് ആസ് ദ മംഗൂസ് കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദി ഹൗസ്. അപ്പോൾ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നോർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദർ ക്ഷമിച്ചത് എന്ന് പറയാണ്. 17-ാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ഇവിടെ സ്ക്യൂറലിൻ്റെ പുതിയ ഫ്രണ്ട് ആരാണ്? എങ്ങനെയായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ്? The new friend of the squirrel was a white rat that the grandfather had bought from the bazaar. Grandfather അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു വെള്ള എലിയായിരുന്നു സ്ക്യൂറലിൻ്റെ പുതിയ ഫ്രണ്ട്. The squirrel and the white rat would go off together on little excursions among the branches. അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലൂടെ, മരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, 18-ാമത്തെ ചോദ്യം. How did the boy come to know that the squirrel was building a nest? എങ്ങനെയാണ് കുട്ടിക്ക് മനസ്സിലായത് ഈ അണ്ണാൻ ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന്? അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ അവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെങ്ങനെയാണ്? Soon after the friendship between the squirrel and the white rat started, the squirrel started building a nest. At first she tried to build it in the boy's pocket. He understood it when he saw straw and grass falling out from his pocket while changing his clothes. അപ്പോൾ കുട്ടി ഇത് മനസ്സിലാക്കിയത് അവൻ വീടിനുള്ളിൽ പോയി ഡ്രസ്സ് മാറുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ചെറിയ വൈക്കോലും ചെറിയ ഇലകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോക്കറ്റിൽ നിന്ന് ചാടിയപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് that the squirrel is trying to build a nest in his pocket. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അവസാനത്തെ ചോദ്യമാണ് 19-ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? എന്തായിരുന്നു ഈ പ്രകൃതിയുടെ ഈ അത്ഭുതം, ഈ കൂട്ടിൽ കണ്ട അത്ഭുതം എന്തായിരുന്നു? ദ ബോയ് വൈൽ സെർച്ചിങ് ഫോർ ദ ഗ്രാൻഡ് മദേഴ്സ് ലോസ്റ്റ് knitting saw something shining from the hole of the banyan tree. He saw 3 white baby squirrels in the nest. അപ്പോൾ അവൻ ഈ തിളക്കം കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയി നോക്കിയത്. അവിടെ ചെന്നപ്പോൾ അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനും കുട്ടിക്കും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ബോയ് വെർ പസിൽഡ് ഫോർ സം ടൈം. ദെൻ ദ ഗ്രാൻഡ് ഫാദർ സെഡ് ദാറ്റ് റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, ഈ രണ്ട് ജീവികളും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളായതുകൊണ്ട് അവയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ കഴിയും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വെള്ള നിറത്തിലുള്ള ഈ കുഞ്ഞുങ്ങൾ, അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വൈറ്റ് റാറ്റ് ആണെന്നാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കൂടുതൽ ക്ലാസ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.